വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിജീവിച്ച മനുഷ്യരെ സഹായിക്കാനായി സാലറി ചലഞ്ചുമായി സർക്കാർ. സാലറി ചലഞ്ച് എന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് തവണകളായി നൽകാൻ സർക്കാർ ഓപ്ഷൻ നൽകണമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് SK ജയകുമാർ ആവശ്യപ്പെട്ടു. സ്വമേധയാ നൽകുന്ന സഹായത്തെ സംബന്ധിച്ച് ജീവനക്കാർക്കും അധ്യാപകർക്കും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ അവസരം ഉണ്ടാകണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. റീബിൽഡ് വയനാടിനായി സർക്കാർ ജീവനക്കാർക്ക് സാലറി ചലഞ്ച് എന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. 5 ദിവസത്തെ ശമ്പളം നൽകാനാണ് നിലവിലെ ധാരണ. സർവീസ് സംഘടനകളുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് ശമ്പളത്തിൽ നിന്നുള്ള വിഹിതം ആവശ്യപ്പെട്ടത്. 1000 കോടിയെങ്കിലും പുനരധിവാസത്തിനായി വേണ്ടിവരുമെന്നാണ് മുഖ്യമന്ത്രി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചത്. 10 ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ സംഘടനാ പ്രതിനിധികളാണ് 5 ദിവസത്തെ ശമ്പളം നൽകാമെന്ന ധാരണയിലെത്തിയത്. ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുതെന്നാണ് സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടത്. താൽപര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ഗഡുക്കളായി നൽകാൻ അവസരം നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഉടൻ സാലറി ചലഞ്ചിൽ ഉത്തരവിറക്കും. അതേസമയം ജീവൻ നഷ്ടപ്പെട്ട തിരിച്ചറിയാത്തവരുടെ കൂട്ട സംസ്കാരവും ഇന്ന് നടത്തി. ഇന്ന് വൈകിട്ട് പുത്തുമലയിൽ തയ്യാറാക്കിയ കൂട്ട കുഴിമാടങ്ങളിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. തിരിച്ചറിയാത്തവർക്കായി 200 കുഴിമാടങ്ങളാണ് തയ്യാറാക്കിയത്. 27 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിച്ചത്. 16 പേരുടെ മൃതദേഹങ്ങളാണ് ആദ്യം സംസ്കരിച്ചത്. അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 7ാം ദിനത്തിലും പുരോഗമിക്കുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം, ചാലിയാർ എന്നിവിടങ്ങളിൽ ഇന്നും തിരച്ചിൽ തുടരും. സൈന്യത്തോടൊപ്പം NDRF, ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ സോണുകൾ കേന്ദ്രീകരിച്ച് വിവിധ ടീമുകളായി തിരിഞ്ഞായിരിക്കും പരിശോധന. ചൂരൽമല സ്കൂൾ, വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടർന്നിരുന്നു. ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തിരിച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയാണ് നടപടി. വീടുകൾക്ക് മേൽ 40 അടിയോളം ഉയരത്തിലാണ് കല്ലും മണ്ണും ചെളിയും വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇത് തിരച്ചിലിന് വലിയ വെല്ലുവിളിയാകുന്നുമുണ്ട്. മലപ്പുറത്ത് ചാലിയാറിലും മൃതദേഹങ്ങൾ കണ്ടെത്താനായി വ്യാപക തിരച്ചിലാണ് നടത്തുന്നത്. ഇനി 180ഓളം പേരെയാണ് കണ്ടെത്താനുള്ളത്. 380ലധികം പേരാണ് മരിച്ചതെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 222 പേരാണ് മരിച്ചത്. ഇതിൽ 172 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ഇന്നലെ ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ലഭിച്ചത് 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളുമാണ്. ഇതോടെ ദുരന്തത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 75ഉം ശരീരഭാഗങ്ങൾ 142മായി. ചാലിയാർ പുഴയോട് ചേർന്ന വനമേഖലയിലാണ് ഇന്നലെ പ്രധാനമായും തിരച്ചിൽ നടന്നത്. വനംവകുപ്പും സംയുക്ത സംഘവും തിരച്ചിലിൽ പങ്കാളിയാകുന്നുണ്ട്. പോത്തുകൽ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല ഭാഗത്തേക്ക് കഴിയാവുന്ന ദൂരം തിരച്ചിൽ നടത്താനാണ് തീരുമാനം. 17 ക്യാമ്പുകളിലായി 2551 പേരെയാണ് ദുരന്തമുഖത്ത് നിന്നും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്.